അപ്പോൾ ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചിറോൾ അവാർഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ കഞ്ചിറോൾ അവാർഡിനുള്ള വോട്ടിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഞ്ചിറോളിൻ്റെ സൈറ്റിൽ കയറിയിട്ട് വോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കഞ്ചിറോൾ അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും അവർ നടത്തുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു 6 ആനിമേ അല്ലെങ്കിൽ 7 ആനിമേ ഇവരുടെ ഉണ്ടാവും. ആ ആനിമേസൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ എല്ലാ കാറ്റഗറിയിലും. അതിന് അവർ അവാർഡ് കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കഞ്ചിറോൾ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ്റേതായിട്ടുള്ള ഏതൊക്കെയാണ് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലാസ്റ്റ് കാറ്റഗറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ലാസ്റ്റ് ആയി കിടക്കുന്ന കാറ്റഗറി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് വോയിസ് ആർട്ടിസ്റ്റ് പെർഫോമൻസ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് ഡബ് ഞാൻ കാണാറില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ആർക്കെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഡേക്കോൻ്റെ വോയിസ് ആക്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയിൻസോമാൻ്റെ അത്യാവശ്യം നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയിൻസോമാൻ കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാപ്പനീസ്. അതേ കാറ്റഗറി തന്നെ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് വോയിസ് ആർട്ടിസ്റ്റ് പെർഫോമൻസ് ജാപ്പനീസ്. അപ്പം ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അയോയോക്ക് എനിക്കറിയത്തില്ല. ഞാൻ അപ്പോത്തേക്ക് ഡയറീസും കണ്ടിട്ടില്ല, സമഹിക്കാരുഡൈസും കണ്ടിട്ടില്ല, പിന്നെ മയൂമി താനാക്ക ലൂഫിയുടെ വോയിസ് ആക്ടറാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേക്കുവിൻ്റെ വോയിസ് ആക്ടറാണ്. അതുപോലെ തന്നെ ഇത് റിസെ ഡെഞ്ചി. എൻ്റെ അറിവിൽ ഇത്തവണ ഞാൻ എന്തായാലും ഡേക്കുവിൻ്റെ വോയിസ് ആക്ടറിന് തന്നെ കൊടുക്കാനാണ് എനിക്കൊരു താല്പര്യം. അപ്പം നമ്മൾ ഡേക്കുവിൻ്റെ വോയിസ് ആക്ടർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഫിലിം ഓഫ് ദ ഇയർ. ഇതിനകത്ത് 100 മീറ്റേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. ആപ്പടെ 2 ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. കാരണം ബാക്കിയുള്ളത് ഞാൻ കണ്ടിട്ടില്ല. 100 മീറ്റേഴ്സൊക്കെ നല്ലൊരു ആനിമേ മൂവി ആണെന്നാണ് ഞാൻ കേട്ടത്. എന്നാൽ പോലും ഇപ്പം ഞാൻ കണ്ടത് വെച്ച് ചെയിൻസോമാനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഡീമൺ സ്ലെയറിൻ്റെ തന്നെയാണ്. കാരണം ചെയിൻസോമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രത്തോളം ഒരു ഫേവറേറ്റ് ഉള്ളൊരു ആനിമേ അല്ല. കാരണം എനിക്ക് കഥ കുറച്ചുകൂടെ തുടങ്ങിയാൽ എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ ആ ഫസ്റ്റ് സീസൺ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പം ഡീമൺ സ്ലെയറിന് കൊടുക്കാൻ പോവാണ്. ഡീമൺ സ്ലെയർ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു ആനിമേ അല്ല, ബട്ട് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡീമൺ സ്ലെയർ തന്നെയാണ്. പിന്നെ കഥയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ ഏതായാലും ആനിമയ്ക്കും പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഡീമൺ സ്ലെയറിന് കൊടുക്കാം മൂവിയെ. ഇത് എൻ്റെ മാത്രമായിട്ടുള്ളൊരു ബയാസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ചോയ്സ് ഉണ്ടാകും. ഇതിപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ചോയ്സ്, എനിക്കറിയാവുന്ന വെച്ചുള്ള എൻ്റേതായിട്ടുള്ള ചോയ്സ് വെച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഈ ആനിമേഷൻ്റെ കാര്യത്തിലേക്കാണ്. പ്രൊഡക്ഷൻ IG കൈജു നമ്പർ 8 എന്തായാലും കിട്ടത്തില്ല. കാരണം അവിടെ ഹൈക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആനിമേഷനാണ്. പക്ഷേ ഈ കൈജു നമ്പർ 8 അവർ അത്രത്തോളം നല്ല രീതിക്കൊരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ആനിമേഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ A1 പിക്ചേഴ്സ് സോളോ ലെവലിംഗ് സ്റ്റാർഡോസൊക്കെ വരുന്ന സീൻ നല്ലതാണെങ്കിലും അത്രത്തോളം ആനിമേഷൻ സെറ്റ് ആയിട്ടില്ലെന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം അവർ 2012 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സോഡ് ആർട്ട് ഓൺലൈനൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ലെവൽ എഫോർട്ടൊന്നും ഇവർ സോളോ ലെവലിങ്ങിനെ ഇട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്പൈ ഫാമിലി വിത്ത് സ്റ്റുഡിയോ ഇൻറ്റു ക്ലോവർ വർക്സ്. സ്പൈ ഫാമിലിക്ക് ആനിമേഷനൊക്കെ നൈസൊക്കെ തന്നെ, കുഴപ്പമില്ല. ബട്ട് ഇതിനകത്ത് ടോപ്പ് കണ്ടൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ് ആനിമേഷനുണ്ട്, മൈ ഹീറോ അക്കാഡമിയുടെ ബോൺസ് ഉണ്ട്, പിന്നെ സയൻസ് ആറും ഉണ്ട്. രണ്ടാടൻ്റെ ആനിമേഷൻ എപ്പോഴും തന്നെ അത്യാവശ്യം ഒരു നല്ല ആനിമേഷനാണ്. കാരണം അവന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതര ആനിമേഷനാണ് ഈ സയൻസ് ആരുവിൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ. എന്നാൽ പോലും എനിക്ക് ഈ വൺ പീസ് അല്ലെങ്കിൽ മൈ ഹീറോയുടെ ഫൈനൽ സീസൺ ഈ ഏതെങ്കിലും ഒന്നിൽ ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ. കാരണം നമ്മളിപ്പോൾ മൈ ഹീറോ അക്കാഡമിയുടെ ഫൈനൽ സീസൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ബാക്കുവിൻ്റെ ഫൈറ്റ് സീനൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് ആനിമേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഓപ്ഷനിൽ മൈ ഹീറോ അക്കാഡമി അല്ലെങ്കിൽ വൺ പീസ്. എന്നാൽ പോലും ഞാൻ വൺ പീസിനെ ചെയ്യത്തുള്ളൂ. കാരണം വൺ പീസിൽ ഇപ്പോൾ ടോയ് ആനിമേഷൻ ചെയ്ത ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സീനൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആനിമേഷനാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് വല്ല ഡീമൺ സ്ലെയറോ എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അഫോർഡബിളിന് ചെയ്തേനെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച്
നമുക്ക് ടോയ് ആനിമേഷൻ തന്നെ കൊടുക്കാം. അപ്പം ഇനി അടുത്തത് ബെസ്റ്റ് ന്യൂ സീരീസ്. ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടക്കോപ്പി സോജൻസിന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അത് നല്ലതാണെന്ന് പറയുന്നത്. എന്തായാലും കാണുന്നുണ്ട്, ഞാൻ ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും ഞാൻ കാണും. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഒരു സാധാ രീതിയിലുള്ള ഒരു ആനിമേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ വലിയ ആനിമേഷനും കാര്യമൊന്നുമില്ല, ബട്ട് ഇമോഷന് വാല്യൂ കൊടുക്കുന്ന 3 ആനിമേഷൻ ഉണ്ട്. പിന്നെ സക്കമോട്ടോ ഡേയ്സ് ഒരു എൻ്റർടൈൻമെൻറ്റാണ്, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ആനിമേ തന്നെയാണ്. പിന്നെ ഗാച്ചാക്കുത്ത, ഇതെന്തുവാണ്, ക്ലൈവേറ്റ്സോ, ഇത് ഞാൻ കണ്ടില്ല. അപ്പം ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാച്ചിയാക്കുത്തയും സക്കമോട്ടോ ഡേയ്സുമാണ്. അപ്പോൾ ഇതിൽ രണ്ട് ഞാൻ എതിന് കൊടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്കമോട്ടോ ഡേയ്സിൻ്റെ സെക്കൻഡ് സീസണും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ആനിമേ തന്നെയാണ്. പക്ഷേ കാച്ചിയാക്കുത്ത ഒരു പത്തതൊരു ആനിമേ തന്നെയായിരുന്നു, അതുകൊണ്ട് ഞാൻ കാച്ചിയാക്കുത്തേക്ക് കൊടുക്കും. ചിലപ്പോൾ ഞാൻ തക്കോ പീസ് കണ്ടിട്ടുണ്ടെങ്കിൽ തക്കോ പീസിന് തന്നെ കൊടുത്തേനെ, ബട്ട് ഇപ്പം ഞാൻ നോക്കിയിട്ട് കാച്ചിയാക്കുത്തേക്ക് കൊടുക്കും. നമ്മൾ കാണാത്ത വീട്ടിൽ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ കണ്ടത് വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കാച്ചിയാക്കുത്തേക്കാണ് ഇപ്പം വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഒറിജിനൽ സീരീസ്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും തന്നെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഇതിലൊന്നുപോലും അത്രത്തോളം അങ്ങ് ഹിറ്റും ആയിരുന്നു. എല്ലാം തന്നെ ഒരു ആവറേജ് ആയിട്ട് തന്നെയാണ് വന്നത് ഒറിജിനൽ സീരീസ് ആണെങ്കിലും. അതിൽ എനിക്ക് തോന്നുന്നു ലാസറസ് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലാസറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കൗബോയ് ബിബോപ്പിൻ്റെ ഒരു വൈബ് സാധനം ആയതുകൊണ്ട് തന്നെ ലാസറസിന് കൊടുക്കാം. ഇത് ഞാൻ വോട്ട് ചെയ്യാൻ പാടില്ല, എന്നാലും കിടക്കട്ടെ. എൻ്റെ അറിവിൽ ലാസറസ് തന്നെ കൊണ്ടുപോകായിരിക്കും, അല്ലെങ്കിൽ സെൻഷു കൊണ്ടുപോകായിരിക്കും. ബെസ്റ്റ് ആനിമേഷൻ ഇപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്ത്, ബെസ്റ്റ് കണ്ടിന്യൂയിങ് സീരീസ് ആയിരുന്നു. ഓക്കെ, ഞാൻ ആനിമേഷൻ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. ഓക്കെ, എങ്ങനെയാണേലും എൻ്റെ വോട്ട് വൺ പീസ് തന്നെ പോകത്തുള്ളൂ ബെസ്റ്റ് കണ്ടിന്യൂയിങ് സീരീസിന്. ഇപ്പോൾ ബെസ്റ്റ് ആനിമേഷനും ഞാൻ നേരത്തെ കുറേ എക്സ്പ്ലനേഷൻ ഒക്കെ തന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഏകദേശം ഒരേ ആനിമേഷനാണ് ഇവർ കടന്ന് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ വായിച്ചു നോക്കിയില്ല ഫസ്റ്റ് തന്നെ എന്തിനാണ് വോട്ട് ചെയ്തതെന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെയും അതെ, ഏകദേശം ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. കൈജു നമ്പർ 8 പകരം തക്കോപ്പീസ് ഒറിജിനൽസിന് ഇട്ടു, അത്രേ ഉള്ളൂ. പിന്നെ ഗാച്ചിയാക്കുത്തെ എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നല്ല ആനിമേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഗാച്ചിയാക്കുത്തയുടെ നല്ല ആനിമേഷനാണ്, രണ്ടടൻ്റെ നല്ല ആനിമേഷനാണ്, മൈഹറോയുടെ നല്ല ആനിമേഷനാണ്, ടോയ് ആനിമേഷൻ്റെ നല്ല ആനിമേഷനാണ്. A1 പിക്ചേഴ്സ് എനിക്ക് അത്രത്തോളം അങ്ങില്ല, തക്കോപ്പീസും എനിക്കറിയത്തില്ല, എന്നാലും അത് അത്രത്തോളം ഒരു ഇത് വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഫൈറ്റ്സ് ഉള്ള ആനിമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു കളർഫുള്ളും കാര്യങ്ങളും എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ചുകൂടെ അവർ ഗ്രാൻഡാക്കി ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ പീസ് തന്നെ കൊടുക്കത്തുള്ളൂ. അതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് വേറെ ഉണ്ടാവും. ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈന്, രണ്ടാമത് നല്ലൊരു ക്യാരക്ടർ ഡിസൈൻസ് ആണ്. കാരണം കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ ഡെവിൾസിൻ്റെ ഫോമൊക്കെ വരുമ്പോഴാണെങ്കിലും നല്ലൊരു ഡിസൈനൊക്കെ തന്നെയാണ്. പിന്നെ മൈ ഡ്രസ്സപ്പ് ഡാർലിങ്, വൺ പീസിന് ക്യാരക്ടർ ഡിസൈൻ്റെ കാര്യത്തിൽ ഞാൻ എന്തായാലും കൊടുക്കത്തില്ല. കാരണം എല്ലാം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കൂടിയും കുറേയൊക്കെ ഒരുമാതിരി ക്യാരക്ടേഴ്സാണ് വൺ പീസിലുള്ളത്. അതുകൊണ്ട് നല്ല ക്യാരക്ടർ ഡിസൈൻ ഇല്ലെന്നല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈൻസ് വൺ പീസിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ അറിവിൽ ക്യാരക്ടർ ഡിസൈൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗാച്ചിയാക്കുത്തയുടെയാണ്. കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒരു നല്ലൊരു കോസ്റ്റ്യൂം ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല പടക്കനായിട്ട് ഉള്ള ഒരു ആനിമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗാച്ചിയാക്കുത്തയാണ്. അത് ഞാൻ ഗാച്ചിയാക്കുത്തയ്ക്കാണ് അതിനും വോട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ബെസ്റ്റ് ഡയറക്ടർ, അപ്പം ആ ആനിമെ ഡയറക്റ്റ് ചെയ്ത എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് ആരാണെന്നുള്ളതാണ്. അപ്പം അതിന് ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് 2 ബോൺസ് ഉണ്ട്, സയൻസാവും ഉണ്ട്. എൻ്റെ അറിവിൽ ഞാൻ ആദ്യം കണ്ട ആനിമ എന്ന് പറയുന്നത് ഈ മൈ ഹീറോ അക്കാഡമിയാണ്. അപ്പം അതിൻ്റെ ഒരു നൊസ്റ്റാളജി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ മൈ ഹീറോ അക്കാഡമിക്ക് കൊടുക്കണം എന്നാണ് ഇതൊരു ആഗ്രഹം. കാരണം അതിൻ്റെ അവസാനത്തെ സീസൺ അവരെത്രത്തോളം നീതി പുലർത്താൻ പറ്റുമോ അത്രത്തോളം അവർ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ആ ഒരു 4ാമത്തെ സീസണിന് ശേഷം ഒരു 5ാമത്തെ സീസൺ 6ാമത്തെ സീസണും കണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം ഒരു കണക്റ്റൊന്നും ആയില്ല മൈ ഹീറോ അക്കാഡമിയ.
പക്ഷേ ലാസ്റ്റ് സീസൺ അവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും നല്ല ഡയറക്ഷനായിട്ട് തോന്നിയത് ഇതിനകത്ത് മൈ ഹീറോ അക്കാഡമി തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ഈ മൈ ഹീറോ അക്കാഡമി തന്നെയാണ്. നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അപ്പം ഞാൻ എൻ്റെ ബയാസിലാണ് പോകുന്നത്. അപ്പം നിങ്ങളുടേതായിട്ടുള്ളൊരു നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത കാറ്റഗറി ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആർട്ട്. ബാക്ക്ഗ്രൗണ്ട് ആർട്ട് രണ്ടോടൻ ഗച്ചിയാക്കുത്ത. ഈ ജനറിക് റൊമാൻസ് എന്ന് പറയുന്ന ഒരു ആനിമ എന്ന് പറഞ്ഞൊരു അപ്പാക്കലിപ്സ് ആ ഒരു സെറ്റപ്പിൽ എങ്ങനെ നടക്കുന്നതെന്ന് തോന്നി. എന്നപ്പോലും ഞാൻ കണ്ടിട്ടുള്ളത് ഇതിനകത്ത് രണ്ടോടനും ഗച്ചിയാക്കുത്തയാണ്. അതിന് രണ്ടിനും വലിയ ബാക്ക്ഗ്രൗണ്ട് ആർട്ടൊന്നും പറയാനൊന്നുമില്ല. എനിക്കൊന്ന് സമ്മതിക്കാവുന്ന ഒരു വില്ലേജിലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ എന്തായാലും നല്ലതായിരിക്കും. ഞാൻ ചുമ്മാ അതിന് കൊടുത്തേക്കുക. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. ബെസ്റ്റ് റൊമാൻസ് രണ്ടാടനൊക്കെ കിടപ്പുണ്ട്. റണ്ണ ഒരു പഴയ അനിമയാണ്. ഇതിൽ ഫ്രാഗ്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് നല്ലതായിരിക്കും തോന്നുന്നു. ഞാൻ അതിന് കൊടുക്കുക. റൊമാൻസ് ഒന്നും നമുക്ക് അറിയത്തില്ല വലിയ കാര്യമായിട്ട്. നമുക്ക് ബെസ്റ്റ് കോമഡി ഇതൊക്കെ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞാൻ മാഷിന് കൊടുത്തേനെ. ബട്ട് ഈ ടൈം മാഷില്ല. എനിക്ക് സ്പൈ ഫാമിലിയിലെ കോമഡിയൊക്കെ നല്ല അത്യാവശ്യം ഇഷ്ടമാണ്. പിന്നെ രണ്ടാടാനും അത്യാവശ്യം ഇഷ്ടമാണ്. ബാക്കിയുള്ളതൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ല. ഡെസപ്പ് ഡാർലിംഗ് ഫസ്റ്റ് സീസൺ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് സീസൺ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ബിച്ച് വാച്ച് അതൊന്നും ഞാൻ കാണൂല എന്തായാലും. അപ്പം ഞാൻ കണ്ണ ഒരു പഴയ ഒരു 90s വൈബ് കോമഡിയാണ്. അത് അത്രത്തോളം ഇപ്പോൾ വർക്കൗട്ട് ആവില്ല. പിന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാടാൻ സ്പൈ ഫാമിലി അല്ലെങ്കിൽ രണ്ടാടാൻ. എനിക്ക് തോന്നുന്നു ഞാൻ സ്പൈ ഫാമിലിക്ക് എടുക്കും. പക്ഷെ ഈ തവണ വലിയ കണ്ടന്റേഴ്സ് ഒന്നും ഇല്ല കോമഡിക്ക്. കഴിഞ്ഞ വർഷം എന്ന് പോലെ മാഷൊക്കെ ഉണ്ടായിരുന്നു. ബെസ്റ്റ് ആക്ഷൻ ഗാച്ചിയക്കൊത്ത് നൈസാണ്, രണ്ടടൻ നൈസാണ്, മൈ ഹീറോ അക്കാഡമി നൈസാണ്, വൺ പീസ് നൈസാണ്, കൈജു സോളോ ലെവലിങ് അത്രത്തോളം ഒരു ഇതായിട്ടില്ല. ബെസ്റ്റ് ആക്ഷനും ഞാൻ വൺ പീസിന് കൊടുക്കത്തുള്ളൂ. പിന്നെ ബെസ്റ്റ് ഇസക്കായ ആനിമെ ക്യാമ്പ്. ഇതിപ്പം ഇസക്കായത്ത് ഞാനിങ്ങനെ അധികം പുതിയതൊന്നും കാണാറില്ല. ഒന്നെങ്കിൽ റീസറോ അല്ലെങ്കിൽ കോണസുവ, ഇതിൽ രണ്ടിലേതൊരു ഞാൻ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഈ കോണസുബയൊക്കെ എടുത്ത് കോമഡി ഇടാതെ ഇതൊക്കെ ഇസക്കായ എടുത്തിട്ടേക്കുക. ഈ കോണസുബയൊക്കെ കോമഡി ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നെ ഇവരെന്താണ് ഇതെടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് വലിയ കുറേ ആവശ്യമില്ലാത്ത ആനിമേഷൊക്കെ എടുത്താണ് കോമഡിക്കകത്ത് ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കോണസുബ എന്ന് പറഞ്ഞൊരു ഇസക്കായ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇസക്കായ അല്ല, ഭയങ്കര കോമഡി ടൈപ്പ് ഇസക്കായാണ്. റീസേവ് ആണ് സ്റ്റോറി വൈസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ആനിമ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടിലേത് കൂടുതൽ കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ കോണസുബയെ കാണത്തുള്ളൂ. കാരണം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നൈസായിട്ടുള്ളൊരു കോമഡി വൈബ് സാധനമായതുകൊണ്ട് കണ്ടിരിക്കാൻ ഒരു നൈസ് വൈബാണ്. പക്ഷെ അത് തന്നെ നമ്മൾ മുഷിക്കുറ്റൻസൈ അല്ലെങ്കിൽ ജോബിലെ സ്ക്രീൻ കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കൊടുക്കത്തുള്ളൂ. കാരണം എനിക്ക് ഏറ്റവും വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഈസൊക്കെ തന്നെയാണ് അത്. ബെസ്റ്റ് ഡ്രാമ ഐ തിങ്ക് ഓർബ്. ബെസ്റ്റ് സ്ലൈസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് കൊടുക്കാൻ. ഇതൊന്നും ഞാൻ കണ്ടതില്ല എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സീസൺ സ്പൈ ഫാമിലി ഞാൻ കണ്ടതാ, ബാക്കിയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതെല്ലാം തന്നെ ഒരു സെയിം സ്റ്റുഡിയോ തന്നെയാണ് ചെയ്തേക്കുന്നത്. സ്ലൈസ് ഓഫ് ലൈഫ് സ്പൈ ഫാമിലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ലൈസ് ഓഫ് ലൈഫ് മാത്രമല്ലേ. ഫ്രാഗ്മെന്റ് ഓഫ് ലവ് കൊടുക്കാം. കുറേ ക്യാരക്ടറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ പുതിയ ആനിമേസ് ഒന്നും അങ്ങനെ വലിയ കാണാറില്ല. ബെസ്റ്റ് മെയിൻ ക്യാരക്ടർ ഇതിനകത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ഇസുക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിലാരും. കാരണം വൺ ഓഫ് എൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ എൻ്റെ ആദ്യത്തെ മെയിൻ ക്യാരക്ടറാണ്. അങ്ങനെ ആദ്യം ഞാൻ കണ്ട ആനിമയിലെ മെയിൻ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇസുക്കുവിനെ കൊടുക്കാൻ പറ്റുള്ളൂ. ബെസ്റ്റ് സപ്പോർട്ടിങ് ക്യാരക്ടർ എൻജിന് സപ്പോർട്ടൊക്കെ ഉണ്ട്, പക്ഷേ വലിയ കാര്യമായിട്ടുള്ളൊരു ക്യാരക്ടറിനുള്ളൊരു ആർക്കും കാര്യമൊന്നും അങ്ങനെ വന്നില്ല. ഒരു ഗോജോ സെറ്റപ്പ് വന്നെങ്കിലും അത്രത്തോളം ഒരു കഥയ്ക്ക് ഇതായില്ല. പിന്നെ ജിജിക്ക് ഞാൻ കൊടുക്കൂല. ജിൻഷി എനിക്ക് അറിയത്തില്ല, അറിഞ്ഞാലേ ഞാൻ കൊടുക്കൂല. കാരണം അങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സിൽ ആർക്കെങ്കിലും കൊടുക്കത്തുള്ളൂ. ടർബോ ഗ്രാനി
ഇതിനെന്തായാലും എനിക്ക് വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കാണ് ആ ഒരു വോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എന്തായാലും എനിക്ക് 100% ഉറപ്പാണ്. കാരണം ബാക്കുകളുള്ളപ്പോൾ എന്തായാലും ഈ ഒരു ലിസ്റ്റിലുള്ള വേറെ ക്യാരക്ടർ അതിൻ്റെ അടുത്ത് പോലും വരത്തില്ല. കാരണം ബാക്കുവിൻ്റെ ആ ഒരു സീന് ഇപ്പോൾ ഇതിനകത്ത് തന്നെ കണ്ടാൽ അറിയാം. ഈ ഒരു സീൻ മതി ബാക്കുയ്ക്ക് ആ ഒരു ബെസ്റ്റ് സപ്പോർട്ടിങ് ക്യാരക്ടർ എന്നുള്ളത് വോട്ട് കൊടുക്കാൻ. എനിക്ക് തോന്നുന്നു ബാക്കു തന്നെ ആയിരിക്കും ജയിക്കാനും പോവുക. മസ്റ്റ് പ്രൊട്ടക്ട് അറ്റ് ഓൾ കോസ്റ്റ്. ഇപ്പം ആനിയ ഫോർജ് ഉണ്ട്, എല്ലാ വട്ടം ആനിയക്കാണ് കിട്ടുന്നത് വോട്ട്. പിന്നെ ഇസുക്കും ഇടുകയാ. ഡേക്കുഞ്ഞ് എന്തിനാണ് ഇതിനകത്ത് കയറ്റിയിട്ടേക്കുന്നത് അറിയില്ല. എന്തായാലും കിടക്കട്ടെ. മമോ സ്വിക്ക് തപ്പോപ്പി. തക്കോപ്പി ഞാൻ കണ്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു തക്കോപ്പി കൊടുത്തേനെ. പക്ഷേ ഈ ക്യാരക്ടർ നൈസ് ക്യാരക്ടറാണ് ഡോക്ടർ സ്റ്റോണിൽ. ഇപ്പം ഞാൻ ആനിയക്ക് തന്നെ കൊടുക്കാൻ പോകുന്നത്. ആനിയ ഒരു എനിക്കറിയില്ല ഓവർ റേറ്റഡ് ആണോ എനിക്കറിയില്ല, എനിക്കിഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ബെസ്റ്റ് ആനിമേ സോങ് ഇതിനകത്ത് ഐറിസ് ഔട്ട് തന്നെയാണ്. കാരണം ഐറിസ് ഔട്ടാണ് ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സോങ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇതിനകത്ത് ഐറിസ് ഔട്ട് കേട്ടിട്ടുണ്ട്, ജേണ്ടോ എനിക്ക് കേട്ടിട്ടുണ്ടാവും ഞാൻ. പക്ഷേ അല്ല കേൾക്കാത്തൊരു സിനിമ കൊണ്ടാണ്. പക്ഷെ ഐറിസ് ഔട്ടിൻ്റെ അത്രയും ഒന്നും ഫേമസും അല്ല അത്. പിന്നെ ഓൺ ദ വേ സയൻസ് ആരും അത് ഞാൻ കേട്ടിട്ടുള്ള, അതും നല്ല സോങ്ങാണ്. പിന്നെ റിയ വൈക്കർ മറ്റേ ലിസയൊക്കെ പാടിയത് അതും കുഴപ്പമില്ല. എന്നാലും ഐറിസ് ഔട്ടിൻ്റെ ലെവൽ വേറെ തന്നെയാണ്. കെൻഷിയാണ് പാടിയിരിക്കുന്നത്. പിന്നെ ബെസ്റ്റ് സ്കോർ ഐറിസ് ഔട്ട് ഉണ്ട്, ഡ്രസ്സപ്പ് ഡാർലിംഗ് ഇല്ല. ഓ ബെസ്റ്റ് ആനിമേ സോങ് ഡ്രസ്സപ്പ് ഡാർലിംഗ് ഇല്ല. പിന്നെ ബെസ്റ്റ് സ്കോർ നോക്കുകയാണെങ്കിൽ ഡീമസേർ കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ഓർത്തിരിക്കുന്നത് മറ്റേ ചെയിൻസോ മാൻ തന്നെയാണ്. ആ ഒരു മറ്റേ ആ പൂളിലുള്ള ഒരു സീനിലെ ആ ഒരു സോങ്ങൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് നമുക്ക് ഏറ്റവും ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു സാധനം. അപ്പം അതുകൊണ്ട് ഞാൻ ഇതേ കൊടുക്കത്തുള്ളൂ. നെക്സ്റ്റ് ഓപ്പണിംഗ് സീക്വൻസ് ഇത് നോക്കുകയാണെങ്കിൽ ഹക്സ് അത് നൈസാണ്, നല്ലൊരു സോങ് ആണ്. പിന്നെ ഓൺ ദ വേ അത് നൈസ് സോങ് ആണ്. റിയ വെക്കർ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. എനിക്ക് മൈ ഹീറോടെ നോക്കുകയാണെങ്കിൽ എനിക്ക് ആ സെക്കൻഡ് ഓപ്പണിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. അതല്ലാതെ ഞാൻ വേറെ ഓപ്പണിംഗ് ഒന്നും അങ്ങനെ കേട്ടില്ല, ഫസ്റ്റും സെക്കൻഡും അല്ലാതെ. പക്ഷെ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് മിറാജിനാണ്. കാരണം കോൾ ഓഫ് ദ നൈറ്റ് ഈ മിറാജ് എന്ന് പറയുന്ന സോങ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീപ്പിനട്സാണ്. ക്രീപ്പിനട്സിൻ്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിങ്സ് ഒക്കെ ചെയ്യുന്നത് എൻ്റെ ക്രീപ്പിനട്സാണ്. കാരണം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നത്തെ വർഷം മറ്റേ മാഷിൻ്റെ ഓപ്പണിംഗ് ഒക്കെ അവരാണ് ചെയ്തേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ കോൾ ഓഫ് ദി നൈറ്റിന് തന്നെ ഫസ്റ്റ് ഓപ്പണിംഗ് ഒക്കെ അവർ ചെയ്തേക്കുന്നത്. അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 സോങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ മിറാജിനെ കൊടുക്കത്തുള്ളൂ. കാരണം ക്രീപ്പിനട്സ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. കഴിഞ്ഞ വർഷം ക്രീപ്പിനട്സ് ആണ് വിൻ ചെയ്തത്. കാരണം മറ്റേ പാട്ട് ഏതാ, മറ്റേ ഓത്തനൊക്കെ നമ്മുടെ ഗണ്ടാടനിലെ സീസൺ 2 പാട്ട്. ഈ ഹക്സ് നൈസ് പാട്ടാണ്, പക്ഷെ അതിൻ്റെ ആ ഒരു പോഷൻ മാത്രമേ നല്ലുള്ളൂ. മിറാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ എനിക്കങ്ങ് ക്ലിക്കായ ഒരു പാട്ട്, അതുകൊണ്ട് ഞാൻ അതിനെ കൊടുക്കത്തുള്ളൂ. ബെസ്റ്റ് എൻഡിങ് സീക്വൻസ് എൻഡിങ് ഞാൻ അങ്ങനെ കാണാറില്ല. ഞാനതുകൊണ്ട് രണ്ടാളും കൊടുക്കൂല. എനിക്കൊന്ന് മൈ ഹീറോയുടെ വലിയ കുഴപ്പമില്ല. മൈ ഹീറോ അല്ല, എനിക്കൊന്ന് ഇതിന് കൊടുക്കാം. സോളോ ലിവിങ്ങിൻ്റെ ആ ഒരു സാധനം കുഴപ്പമില്ല, നൈസാണ്. എൻ്റെ ഫോണിൽ ഞാൻ പ്ലേലിസ്റ്റിലേക്ക് എടുത്തിട്ടേക്കുന്ന ഒരു പാട്ടാണ്. കാരണം ഈ ഒരു എപ്പിസോഡ് നമ്മളൊരു ഹൈപ്പ് ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും ആ പാട്ട് വരുന്നത്. അപ്പം തന്നെ നമുക്ക് ഒരു ദേഷ്യമൊക്കെ വരുന്നു. അതുകൊണ്ട് ഓർത്ത് വെക്കാൻ പറ്റിയൊരു പാട്ടാണ്. കാരണം ആ ഒരു നടപ്പ് വരും, അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എപ്പിസോഡ് തോന്നുന്നു. ഇപ്പോൾ സോളോ ലിവിങ്ങിന് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബെസ്റ്റ് വോയിസ് ആക്ടിസ്റ്റ് ജാപ്പനീസ്, ഇംഗ്ലീഷ്. അപ്പം ഇത്രയാണ് നമ്മുടെ വോയിസ് ആക്ടിങ്ങിൻ്റെ കാര്യങ്ങളും. അപ്പോൾ ഇതാണ് കഞ്ചൂർ അവാർഡിന് എൻ്റെ ഒരു ഒപ്പീനിയൻസ്. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 5-6 ആനിമേസ് തന്നെ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കാറ്റഗറി മാറിയ പോലെ നമുക്ക് മനസ്സിലാകത്തില്ല ഏത് കാറ്റഗറിയിലൊക്കെ മാറിയെന്ന്. കാരണം എല്ലാം ഒരേ ആനിമേസ് തന്നെ ആയിരിക്കും കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോക്ക് ഇപ്പോൾ ചെയിൻസോ മാൻ തന്നെ 2 നോമിനേഷനൊക്കെ വരും. എന്തിന്? വേറെ എത്രയോ നല്ല വോയിസ് ആക്ടേഴ്സ് ഉണ്ട്. 2 വോയിസ് ആക്ടിങ് ഉള്ളത് ചെയിൻസോ മാൻ തന്നെയാണ് നടക്കുന്നത്. എൻ്റെ അറിവ് ഇത്തവണ
ജുജുത്സു കേസിന് ഇല്ലാത്തതുകൊണ്ട് ചെയിൻസോ മാൻ ആയിരിക്കും കൂടുതൽ അവാർഡ് പോകാൻ പോകുന്നത്. പക്ഷേ ഇവര് ബെസ്റ്റ് ആനിമയ്ക്കകത്ത് സോളോ ലെവലിംഗ് ആഡ് ചെയ്യാത്തത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെന്തായാലും ആഡ് ചെയ്യേണ്ട കാര്യമായിരുന്നു. എന്തായാലും ഇത്രയാണ് നമ്മുടെ കഞ്ചുറോൾ അവാർഡ്. അപ്പം നിങ്ങൾ വോട്ട് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഗൂഗിളിൽ ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി കഞ്ചുറോൾ അവാർഡ്സ് ഒന്നും. അപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലോഗിൻ ചെയ്യുക, വോട്ട് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ മറ്റേ കുറച്ച് തപ്പലും തടയിലും ഒക്കെ ഉണ്ടാകും വേണം. ഇപ്പം ഓൺ വോയിസ് ഓൺ ടൈം എടുത്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണുക. അപ്പം അത്രേ ഉള്ളൂ.